അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മൾ കിച്ചൺ നസിയിൽ ഇഫ്താറിന് വേണ്ടി നല്ലൊരു വെറൈറ്റി ഐറ്റമാണ് ഉണ്ടാക്കുന്നത്. ഇന്ന് നമ്മൾ സേമിയവും പായവും വെച്ചിട്ട് നല്ലൊരു കേക്കാണ് റെഡിയാക്കുന്നത്. നല്ല സോഫ്റ്റുമാണ്, നല്ല ടേസ്റ്റിയുമാണ് ഈ സംഭവം. അപ്പം വൈകിപ്പിക്കേണ്ട, വേഗം തന്നെ നമുക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് വീഡിയോ കണ്ടു നോക്കാം. ഇതിനായിട്ട് ആദ്യം നമുക്ക് ഒരു നേന്ത്രപ്പഴം ആവശ്യമായിട്ടുണ്ട്. അത് 4ആയി ചീന്തിയതിന് ശേഷം ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കാം. എന്നിട്ട് അതൊന്ന് മാറ്റിവെച്ച് ഒരു പാന് ചൂടായതിന് ശേഷം അതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് ഈ പഴം നമുക്ക് വാട്ടിയെടുക്കാം. കൂടുതൽ കുഴഞ്ഞു പോവാതെ വാട്ടിയെടുത്താൽ മതി. വാട്ടിയെടുത്ത പഴം നമുക്ക് ഒരു ബൗളിലോട്ട് ഇട്ട് കൊടുക്കാം. കുറച്ച് സേമിയ വറുത്തെടുക്കണം. സേമിയ വറുത്തെടുത്ത് അതിലേക്ക് 1 കപ്പ് പാൽ ഒഴിച്ച് കൊടുത്ത് ആ പാലിൽ സേമിയ ഒന്ന് വേവിച്ചെടുക്കാം. അതിലേക്ക് ആവശ്യമായ മധുരവും കൂടി ചേർത്ത് കൊടുക്കണം. ഇനി നമ്മളില്ലേ മിക്സിയുടെ ജാറിലോട്ട് 2 കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. അതിലേക്ക് 1 കപ്പ് പാലും മധുരവും കുറച്ച് ഏലക്കാപ്പൊടിയും ചേർത്ത് ഒന്ന് അടിച്ചെടുത്ത് വരാം. ഏലക്കാപ്പൊടിയും പഞ്ചസാരയും എല്ലാം കൂടി അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മളെ സേമിയ വെന്ത് വന്നിട്ടുണ്ട്. നമ്മൾ സേമിയ ഒന്ന് ചൂടാറി കിട്ടാൻ നമ്മൾക്ക് മാറ്റി വെക്കാം. ഇനി നമ്മൾ മാറ്റി വെച്ച പഴത്തിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ച ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. നമ്മളെ സേമിയ എല്ലാം ചൂടാറി കഴിഞ്ഞിട്ടുണ്ട്. അതുകൂടി നമ്മൾക്ക് അതിലേക്ക് ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ മിക്സാക്കി എടുക്കാം. ഇനി നമ്മൾ ചൂടായ പാനിലോട്ട് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് നമുക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരി ചേർത്ത് കൊടുക്കാം. അണ്ടിപ്പരിപ്പ് മുന്തിരി റോസ്റ്റായി വന്നതിന് ശേഷം മാറ്റി വെച്ച് നമുക്ക് അതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ച ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അടച്ച് വെച്ച് നമുക്ക് ഒരു 5 മിനിറ്റ് വേവിച്ചെടുക്കാം. 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമ്മൾക്ക് അതിൻ്റെ മുകളിൽ നമ്മൾ മാറ്റി വെച്ച അണ്ടിപ്പരിപ്പ് മുന്തിരി ഡെക്കറേഷൻ ചെയ്ത് കൊടുത്ത് അടച്ച് വെച്ച് ഒരു 15 മിനിറ്റ് ലോ ഫ്ലെയിമിൽ അടിയിൽ നമുക്കൊരു പഴയ ദോശക്കല്ല് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് വെച്ച് അതിൻ്റെ മുകളിൽ വെച്ച് വേവിച്ചെടുക്കാം. കോഴിമുട്ട ഉപയോഗിച്ചുകൊണ്ട് പെട്ടെന്ന് അടി കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമ്മുടെ സേമിയ പഴം കേക്ക് പെർഫെക്റ്റായി കിട്ടിയിട്ടുണ്ട്. മുകൾ ഭാഗം വേവിച്ചെടുക്കാൻ നമ്മൾ വേറൊരു പാനിലോട്ട് ഇട്ട് കൊടുത്ത് വേവിച്ചെടുത്തതാണ് കേട്ടോ. നമ്മൾ കട്ട് ചെയ്ത് കഴിക്കാട്ടോ. നല്ല ടേസ്റ്റിയും ഒക്കെയുള്ള ഒരു പഴം സേമിയ കേക്കാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ.